എല്ലാവർക്കും നമസ്കാരം. ജോഷി പൗലോസാണ്. ഈ വീഡിയോ നിങ്ങൾ തള്ളിക്കളയരുത് പ്ലീസ്. റിയാൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബൈക്ക് വന്നിടിച്ച് തലയ്ക്കും മുഖത്തും പരുക്ക് വെച്ച ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റാണ്. ഈ വീഡിയോ നിങ്ങൾ മൊത്തമായി കണ്ട് എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കുക പ്ലീസ്. അതുപോലെ കഴിയുന്ന നിങ്ങളുടെ ചെറിയൊരു തുകയെങ്കിലും അവരുടെ അക്കൗണ്ടിൽ ഇട്ടുകൊണ്ട് സഹായിക്കണം. താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. തള്ളിക്കളയരുത്, ഷെയർ ചെയ്യണം പ്ലീസ്. എല്ലാവരും ഷെയർ ചെയ്തെത്തിക്കണേ പ്ലീസ്. ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി 40 ലക്ഷം രൂപയോളം നമ്മൾ കണ്ടെത്താനുണ്ട്. കൈവിടരുത് പ്ലീസ്. അതിന്റെ മോന്റെ അവസ്ഥ കഴിയുന്നില്ല കാണാൻ. എന്റെ കാക്ക് വേണ്ടി എല്ലാവരും സഹായിക്കണം. കാക്ക് വേണ്ടി എല്ലാവരും ദുആ ചെയ്യണം. അതൊക്കെയാണ് അവസ്ഥ. കൂടെ നിൽക്കണം, സഹായിക്കണം. ഇവന്റെ മൂത്തതാ. ഒരു 17 വയസ്സായിട്ടുള്ള അവന്. അപ്പൊ അവനെ ഇത്രയും പെട്ടെന്ന് റിക്കവറാക്കി കൊണ്ടുവരാൻ അർഹല്ല മുന്നില്. എല്ലാരും സഹായിക്കണം. അവനൊരു വണ്ടി വന്നിട്ട് ബൈക്ക് വന്ന് ഇടിച്ചതാ. ഫാസ്റ്ററിലാണ് കിടക്കുന്നത്. അവസ്ഥ ഒരു ഇത്തിരി ബുദ്ധിമുട്ടിലാണ്. നമ്മളാച്ചിങ്ങ വീടുമില്ല, വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. ഉള്ളതൊക്കെ വിറ്റ് പറക്കി 22 ലക്ഷത്തിന് മേലെ ഇപ്പോൾ ചിലവായി. അതിന് മുന്നേ തൃശ്ശൂർ ദയയിലായിരുന്നു. ദയെന്നൊരു ഓപ്പറേഷൻ കഴിഞ്ഞു, അത് സക്സസ് ആയില്ല. എന്നിട്ട് അവർ തന്നെ ഇങ്ങോട്ട് മാറ്റി. ദയയിൽ തന്നെ ഒരു 6 ലക്ഷം റുപ്യ അവിടെയും ചിലവാക്കി. ഇവിടെ വന്ന് 2 ദിവസം മുന്നേ വരെ ബില്ല് തന്ന 22,50,000 റുപ്യ. ഇനി മുന്നോട്ട് എങ്ങനെ ഒരു മാർക്കില്ല. സഹായിക്കണം എല്ലാവരും. അതാണ് അവസ്ഥ. മോനെ റിക്കവറാക്കി തിരിച്ചു കിട്ടണം. അങ്ങനത്തെ അവസ്ഥയില പോണം. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, വളരെ എമർജൻസി ആയിട്ടുള്ളൊരു സഹായമാണ്, സാമ്പത്തിക സഹായമാണ് നിങ്ങളുടെയൊക്കെ മുന്നിൽ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. നിങ്ങളെല്ലാവരും നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട മുഹമ്മദ് റിഹാൻ മോന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കയ്യിലുള്ളത് ഇപ്പോൾ തന്നെ കഴിയുമെങ്കിൽ അയച്ചു കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം.